നമുക്ക് വേദയുടെയും വിക്രത്തിന്റെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അങ്ങനെ നാളത്തെ കഥയില് നന്ദിനിക്ക് നല്ല സംശയമാണ് വേദ എന്തുകൊണ്ടാണ് വീട്ടിലേക്ക് പോയത്. വിനായകനോട് അതിനെക്കുറിച്ച് സംസാരിക്കുകയാണ്. വിനായകനോട് പറഞ്ഞു, വിനയേട്ടാ എനിക്ക് ചില സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ട്. എന്തിന്? അല്ല, വേദ ഇത്ര പെട്ടെന്ന് പോണെങ്കിൽ എന്തേലും ഒരു കാരണമില്ലാതിരിക്കില്ലല്ലോ. എടി, അതല്ലേ വിക്രമായിട്ടുള്ള പ്രശ്നം. വിക്രം ആ ശ്രീനിവാസന്റെ ഒടൊപ്പം കൂടിയിരിക്കുന്ന വേദയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയാം. അത് കേട്ട് കഴിഞ്ഞപ്പം നന്ദിനി പറഞ്ഞു, യോ എൻ്റെ വിനയേട്ടാ, നിങ്ങൾ ഇത്ര മണ്ടനായി പോയല്ലോ. അങ്ങനെയാണെങ്കിൽ ഇത്രയും കാലം ശ്രീനിവാസനോടൊപ്പം ആയിരുന്നല്ലോ വിക്രം, എന്നിട്ട് എന്തുകൊണ്ട് വേദ പോയില്ല? അത് പിന്നെ ഇപ്പൊ അവൾക്ക് തോന്നിക്കാണും, ചിലപ്പോൾ അത് നന്നാവത്തില്ലെന്ന്. അതൊന്നും അല്ല, അവൾക്ക് ഈ മാറ്റം ഉണ്ടാകാൻ തുടങ്ങിയത് എപ്പം മുതലാന്ന് വിനയേട്ടൻ ആലോചിച്ചോ? അതിപ്പം എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസം ആയില്ലേ? അതെ, കൃത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛനെ കാണാതെ പോയ സമയത്ത് മുതലാണ്. അതിനുശേഷം അച്ഛൻ വരുന്നതിൻ്റെ തലേദിവസമൊക്കെ അവൾക്ക് നല്ല ടെൻഷനായിരുന്നു. എനിക്കൊന്ന് അച്ഛൻ്റെ തിരോധാനമായിട്ട് ബന്ധപ്പെട്ട് അവൾക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ അറിയാമെന്ന അവൾക്ക് അതിനകത്ത് പങ്കുണ്ടോ സംശയമുണ്ട്. കുബുദ്ധിയല്ലേ നന്ദിനിയുടെ? അപ്പോഴേക്കും വിനായൻ പറഞ്ഞു, ദേ അനാവശ്യം പറഞ്ഞുണ്ടല്ലോ, ഇതും പറഞ്ഞുകൊണ്ടങ്ങ് ചെന്നിട്ടാണെങ്കിൽ അച്ഛനെ കേൾക്കണ്ട, നിന്റെ ചെവിടെ അടിച്ച് പൊട്ടിക്കുമെന്ന് പറഞ്ഞു. ഓ, അല്ലെങ്കിൽ ഈ വീട്ടിൽ അങ്ങനെയാ, സത്യം പറയുന്നവരെ ആർക്കും കാണത്തില്ലോ. മീനയേട്ടൻ കണ്ടു, ഒടുവില് ഇതൊക്കെ തെളിഞ്ഞു വരുമ്പത്തേനും വേദയ്ക്കും ഇതിനകത്ത് പങ്ക് കാണുമെന്ന് പറഞ്ഞു. എടി, ഇതിനാ നിന്നെ പൊട്ടിന്ന് പറയുന്നേ, അവൾ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യുന്നേ? അച്ഛനെ തട്ടിക്കൊണ്ട് പോയിട്ട് അവൾക്ക് എന്ത് കിട്ടാനാ? എന്തേലും ഒരു ഉദ്ദേശം കാണുമായിരിക്കും, അതായിരിക്കും. അത് കേട്ടപ്പോൾ വിനായൻ പറഞ്ഞു, നീ ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ? ഇതേ, നീ ഇവിടെ ഇത് പറഞ്ഞ് എന്നോട് പുറത്തിറങ്ങിയിട്ട് അമ്മയോടൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയൊന്നും നിന്നെ വെറുതെ വിടില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ ദേഷ്യപ്പെട്ട് വിനായൻ അങ്ങോട്ടേക്ക് എഴുന്നേറ്റ് പോയി. പക്ഷെ എന്നാലും നന്ദിനിക്ക് അങ്ങോട്ട് സമാധാനം വരുന്നില്ല. അതിൻ്റെ കാരണം അറിയാഞ്ഞിട്ട് ഒരു രക്ഷയില്ല. അമ്മയ്ക്കൊക്കെ അറിയാ പോലും, അറിയായിരുന്നെങ്കിൽ പറയേണ്ടായിരുന്നു, അറിയില്ല എന്നാ തോന്നേ. ഇനിയിപ്പോൾ അറിയാഞ്ഞിട്ടും മറച്ചു വെക്കുന്നതാണോ എന്നൊരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നു. അതേസമയത്ത് വേദ മുറിയിൽ ഇങ്ങനെ ആലോചിക്കുകയാണ്. വേദയ്ക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, എങ്ങനെ മുന്നോട്ട് പോകും. കാരണം ആ കുടുംബത്തിൽ നിന്ന് ഇറങ്ങി പോന്നു കഴിഞ്ഞപ്പോൾ അവരുടെയൊക്കെ വിഷമം കണ്ടതാണ്. നന്ദിനി അടുത്ത് വിനായകനൊക്കെ സന്തോഷമായി കാണും, പക്ഷെ ബാക്കിയുള്ളവരുടെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. ഇനി വിക്രം വന്നു കഴിയുമ്പോൾ വിക്രത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. അതൊക്കെ ഓർത്തപ്പോൾ നല്ല ടെൻഷനായിരുന്നു. ആ സമയത്ത് ശങ്കരനാഥൻ്റെ അടുത്തേക്ക് പത്മ എന്നിട്ട് പറഞ്ഞു, അല്ല, എനിക്ക് മനസ്സിലാത്തൊരു കാര്യമുണ്ട് ശങ്കരേട്ടാ, അവൾ പെട്ടെന്ന് ഇപ്പം ഇങ്ങോട്ടേക്ക് പോരാൻ കാരണം എന്താ? അവളിങ്ങനെ വരുന്നൊന്നും അല്ലല്ലോ. ശങ്കരൻ പറഞ്ഞു, ചിലപ്പോൾ എന്തേലും ഒരു പ്രശ്നം ഉണ്ടായി കാണും. അങ്ങനെ വിക്രമായിട്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ട് അവൾ വരുമെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ വരാനായിരുന്നെങ്കിൽ അവൾക്ക് നേരത്തെ വരായിരുന്നു. ഇതിപ്പം നമ്മൾക്കറിയത്തില്ലാത്ത എന്തോ കാര്യമാണെന്ന് തോന്നേ. ശങ്കരനാരായണൻ പറഞ്ഞു, എനിക്കും തോന്നുന്നുണ്ട് അവളുടെ മനസ്സിന് എന്തോ ഒരു പ്രശ്നം അലട്ടുന്നുണ്ട്, അല്ലെങ്കിൽ അവൾ ഒരിക്കലും ഇങ്ങോട്ട് കയറി വരത്തില്ല. പിന്നെ അവൾ ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഇറക്കി വിടാൻ യാതൊരു അർഹതയില്ല. അറിയാലോ, എൻ്റെ അച്ഛനായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന അവളുടെ പേരിൽ എന്തൊക്കെയാണെന്ന് ഉള്ള കാര്യം അവൾക്ക് നന്നായിട്ട് അറിയാം. ഈ വീട് പോലും അവളുടെ പേരിലാണ്. എനിക്ക് പോലും അവളെ തടയാനായിട്ടുള്ള അവകാശം ഇല്ലെന്ന് പറയണം. ശ്രീകാന്ത് വെറുതെ അല്ല, കാരണം ശ്രീകാന്തിന് ഇതൊക്കെ നല്ല വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ടാണ് വേദയെ അവിടുന്ന് കൂട്ടിക്കൊണ്ട് വരാനായിട്ട് ശ്രീകാന്ത് ഇത്രമാത്രം ധൃതി പിടിച്ചത് പോലും. കാരണം വിക്രമായിട്ട് അവിടെ ഇനിയും ഒന്നിച്ച് ജീവിക്കുകയാണെങ്കിൽ വിക്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറങ്ങിപ്പോകാനുള്ളതേ ഉള്ളൂ. ഈ പറയുന്ന ശ്രീകാന്ത് അധികാരമൊന്നും കാണിക്കാൻ പറ്റില്ല. കമ്പനിയിലും അതെ, വീട്ടിലാണെങ്കിലും ശരി, അവളുടെ പേരിലാണ് 2-3 കമ്പനി വേദയുടെ പേരിൽ. അവിടെയാണ് ശ്രീകാന്ത് കയറി ഞെളിഞ്ഞിരിക്കുന്നത്. ഇറങ്ങടാന്നും പറഞ്ഞുകൊണ്ട് ഇറക്കി വിട്ട് ഇറങ്ങാനുള്ളതേ ഉള്ളൂ ശ്രീകാന്ത്. ഈ സമയത്ത് ശങ്കരനാരായണൻ പറഞ്ഞ്, നോക്കാം, അവൾ എന്താ എങ്ങനെയൊന്നും അറിയത്തില്ലോ, അവൾ എന്ത് കൊണ്ടാണ് ഇങ്ങോട്ട് വന്നതെന്ന് അതാദ്യം നമ്മൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു പറയണം. പത്മ പറഞ്ഞ്, അത്ര നിസ്സാരമാണെന്ന് എനിക്ക് തോന്നുന്നില്ല ശങ്കരേട്ടാ. ഒരു പക്ഷേങ്കിൽ അവളുടെ സ്വന്തം താല്പര്യപ്രായം വന്നാന്ന് തോന്നില്ല. ഇനി ആരെങ്കിലും പേടിച്ചിട്ടാണോ ഇങ്ങനൊരു തീരുമാനം എടുത്തതെന്ന് എനിക്ക് സംശയമുണ്ട്. അതെന്താ പത്മ നീ അങ്ങനെ പറഞ്ഞേ? അല്ലെങ്കിൽ വേദയുടെ സ്വന്തം തീരുമാനത്തിൽ എനിക്ക് വരുമെന്ന് തോന്നില്ല എന്ന് പറയണം. ഇതേ സംശയം തന്നെയായിരുന്നു ദീപ്തിക്കും. ചേച്ചി ഇങ്ങോട്ടേക്ക് വരാൻ എന്തോ ഒരു കാരണമുണ്ട്. വിക്രമേട്ടനായിട്ട് വഴക്കൊന്നും ഉണ്ടാക്കില്ല. അങ്ങനെ വരുണിനെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും വരുണിനോട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ചേച്ചി ഇങ്ങോട്ട് വന്നിട്ടുണ്ട് വരണേ, പക്ഷെ കാര്യം അറിയില്ല. ചേച്ചിയും വിക്രമേട്ടൻ തമ്മിൽ വഴക്കുണ്ടാക്കാൻ സാധ്യത കുറവാണ്. വിക്രമേട്ടൻ മലയ്ക്കൂടെ പോയിരിക്കുമല്ലേ, അപ്പം ഇതിനകത്ത് എന്തോ ഒരു രഹസ്യം മറിഞ്ഞിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. വരുമ്പോഴും നമുക്ക് നോക്കാം, എന്താണെന്ന് അന്വേഷിച്ചറിയാമെന്ന് പറയണം. അപ്പോഴേക്കും ദീപ്തിയോട് നമുക്ക് ഫുൾ സപ്പോർട്ടായിരുന്നു രണ്ടുപേരും. പക്ഷേ ഇപ്പം ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാവും? വിക്രമേട്ടൻ മലയ്ക്ക് പോയിട്ട് വരുമ്പോൾ നമ്മുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാമെന്ന് പറഞ്ഞല്ലേ? അത് ശരിയാ, പക്ഷെ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ ഉണ്ടാവാനാ എന്നൊക്കെ ചോദിക്കുകയാണ്. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പം വരുണിനും ഒരു മറുപടി ഉണ്ടായിരുന്നില്ല. എന്ത് മറുപടി പറയാനായിട്ടാ?
തങ്ങളുടെ കാര്യത്തിൽ തീരുമാനം എടുക്കുമെന്ന് ഓർത്തിരുന്നു അവര്. പക്ഷേ ഇപ്പം ഇവർ രണ്ടുപേരും അകന്ന് കഴിയുവാണെങ്കിൽ ഇനി അവർക്ക് രണ്ടുപേർക്കും ഇതിനകത്ത് ഇടപെടാൻ പറ്റില്ലല്ലോ എന്നൊരു ചിന്തയൊക്കെ ഉണ്ടാകുന്നുണ്ട്. ആ സമയത്ത് മാഷാണെങ്കിൽ വിഷമിച്ചിരിക്കുക. കമലയ്ക്ക് അതിനേക്കാളും കൂടുതൽ സങ്കടമായിരുന്നു. അങ്ങനെ വൈകുന്നേരം ശ്രീജ ഒന്ന് ആഹാരം കഴിക്കാൻ അവരെ വിളിച്ചെങ്കിലും മാഷ് പറഞ്ഞ് എനിക്ക് വേണ്ടാന്ന്. കമലയും കഴിച്ചില്ല. പക്ഷേങ്കിൽ അതിനും കൂടെ പോയി വെട്ടി വിഴുങ്ങി നന്ദിനിക്ക് അങ്ങനെയാണല്ലോ. ശ്രീജ പിന്നെ കഴിക്കാനൊന്നും കൂട്ടാക്കിയില്ല. കാരണം വേദ പോയതോട് കൂടിയിട്ട് അവർക്കെല്ലാം വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. ഒടുവിൽ മാഷും കമലയും കൂടെ സംസാരിക്കുന്ന സമയത്ത് മാഷ് പറഞ്ഞു, അങ്ങനെ എന്താണെങ്കിലും ഒരു കാരണവശാലും അവളുടെ സ്വയം ഇഷ്ടപ്രകാരം ഇറങ്ങി പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിന് പിന്നിൽ എന്തോ ഒരു ചതിയുണ്ടെന്ന് പറയണം. കമല ചോദിച്ചു, ചതിയോ? അതെന്താ മാഷ അങ്ങനെ പറഞ്ഞേ? അല്ല ഇനിയിപ്പോൾ അവളോട് ആരെങ്കിലും പറഞ്ഞു കാണുമോ വിക്രം ശബരിമലയ്ക്ക് പോയിട്ട് വരുമ്പോഴത്തേനും അവളോട് ഇവിടുന്ന് ഇറങ്ങിക്കോണമെന്ന്? ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് അങ്ങനെയൊക്കെ ചില ചിന്തകളാണ് വരുന്നത്. എന്തോ ഒരു പ്രശ്നമുള്ള പോലെ തോന്നുന്നുണ്ട്. ഇനിയിപ്പോൾ അതുകൊണ്ടാണോ അവൾ ഇവിടുന്ന് ഇറങ്ങിയോന്ന് അറിയത്തില്ലല്ലോ. അത് ശരിയാ, അങ്ങനെ വഴിയുണ്ട് മാഷ് പറഞ്ഞപ്പോഴാണ് ഞാനും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. പക്ഷെ അങ്ങനെ ആര് പറയാനാ? അതാ എനിക്ക് മനസ്സിലാകത്തെ. അല്ല വിക്രം ഒരിക്കലും പറയുമെന്ന് എനിക്ക് അങ്ങനെ തോന്നില്ല. അങ്ങനെ പറയാനാണ് വിക്രം പണ്ടേ പറഞ്ഞേനം. പക്ഷെ ഇതൊന്നുമല്ല, വേറെ എന്തൊക്കെയോ ഒരു സംഭവങ്ങൾ ഇതിനിടയ്ക്കിലുണ്ട്. നമ്മൾ അറിയാത്ത എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട്. അവൾക്കത് നമ്മളോട് പറയാൻ പറ്റില്ല. അതുകൊണ്ട് അവൾ പറയാത്തെ. എന്തെങ്കിലും ഒരു സമയത്ത് നമ്മളത് അറിയും കമലെ. അവൾ എന്താണെങ്കിലും സ്വയം മനസ്സോടെ അല്ല ഇവിടുന്ന് ഇറങ്ങിപ്പോയിരിക്കുന്നത്. അവളുടെ ഉള്ളിലെ വേദന എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അവൾ പോവാനായിരുന്നെങ്കിൽ ഇതിനു മുമ്പ് പോയനം. ഇതിനേക്കാളും വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടായിട്ട് അവൾ പോയിട്ടില്ല. അപ്പോഴാണോ ഇപ്പം പിന്നെ ശ്രീനിവാസിൻ്റെ കാര്യം പറഞ്ഞ് അവൾ പോകുന്നേ എന്നൊക്കെ ഇങ്ങനെ മാഷി പറയാണ്. മാഷിൻ്റെ ബുദ്ധിയിലെ ചിന്തിച്ച് നോക്കുമ്പോൾ സത്യമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ആ വഴിയുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും? അതേസമയത്ത് ശ്രീകാന്തിൻ്റെ അടുത്ത് ചെന്നിട്ട് വർഷ സംസാരിക്കുകയാണ്. അവളിപ്പോൾ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നെന്ന് പോലും അറിയത്തില്ലോ ശ്രീയേട്ടാ. ശ്രീകാന്ത് പറഞ്ഞൊന്നും മിണ്ടാതിരിക്കുക. അവളിങ്ങോട്ടേക്ക് വരാൻ വേണ്ടി ഞാൻ എത്രമാത്രം പ്രാർത്ഥിച്ചെന്നറിയോ? പ്രാർത്ഥിച്ചെന്നോ? അതെ, നിനക്കാന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. നീ വലിയ വലിയ കാര്യങ്ങളൊന്നും അന്വേഷിക്കാൻ പോകണ്ടെന്ന് പറഞ്ഞു. വർഷ പറഞ്ഞു, അല്ലേലും അവൾ എന്തിനായിരിക്കുമ്പോഴും ഇങ്ങോട്ട് വന്നേ? അതല്ലേ നിന്നോട് പറഞ്ഞത്. ഇതിന് പിന്നിൽ ശ്രീകാന്ത് എന്നുള്ള കാര്യം ശ്രീകാന്തിന് പറയാൻ പറ്റില്ലോ. അതുപോലെ വർഷയുടെ അച്ഛനും എന്നുള്ള കാര്യം. അപ്പോഴേക്കും വർഷ പറഞ്ഞു, അല്ല അവളിനി ഇവിടെ വന്ന് നിൽക്കുകയാണെങ്കിൽ വിക്രത്തിന് വേണ്ടെങ്കിൽ അവരുടെ ഡിവോഴ്സ് നടത്തായിരിക്കില്ലേ? പിന്നല്ലാതെ ഡിവോഴ്സൊക്കെ എത്രയും പെട്ടെന്ന് നടത്തണം. ആ വിക്രത്തിനെ അവളുടെ ജീവിതത്തിൽ നിന്ന് തന്നെ ഒഴിവാക്കി വരണം. അല്ല അപ്പം പിന്നെ അവൾക്ക് വേറെ വിവാഹ ജീവിതം വേണ്ടേ? വേണം. അതിനുള്ള പരിപാടിയൊക്കെ നോക്കണം. ഒന്നുമില്ലേലും ദർശൻ കല്യാണം കഴിക്കാൻ നിൽക്കുമല്ലേ? ദർശനോ? എന്തൊക്കെയാ ശ്രീയേട്ടെ പറയണമെന്ന് ചോദിച്ചു. അതേന്നേ, വേദ ഇനിയിപ്പോൾ ഡിവോഴ്സൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ ദർശൻ ഇനിയും താല്പര്യമാണെന്ന് തോന്നേ. അല്ലെങ്കിലും ഇത്തരം കാലമായിട്ടും വേദയും വിക്രവും ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ചിടണമെന്നും എനിക്ക് തോന്നുന്നില്ല. അത് കേട്ടപ്പോൾ വർഷ പറഞ്ഞു, അതിന് ദർശൻ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. അവനതിനൊന്നും സമ്മതം മൂളില്ല എന്ന് പറയണം. നമുക്ക് നോക്കാം. നീ ഒന്ന് ധൈര്യമായിട്ടിരിക്കുക. പിന്നെ അവളോട് ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് കാര്യം എന്താ അതെന്താ ഇതാണെന്നൊന്നും നീ ചോദിക്കണ്ട. ഇങ്ങോട്ടേക്ക് വരാനുള്ള കാരണം പറഞ്ഞ മനസ്സിലായല്ലോ. എന്താ ശ്രീയേട്ടാ ഇതിനകത്ത് എന്തെങ്കിലും പങ്കുണ്ടോന്നിച്ചു? എനിക്ക് യാതൊരു പങ്കില്ലെന്നൊക്കെ പറഞ്ഞത് ശ്രീകാന്ത് കൈമറത്തുവാണ്. വർഷയോട് പറഞ്ഞാൽ ശരിയാകത്തില്ലെന്ന് അറിയാവുന്നതുകൊണ്ടാണ്. പിന്നീട് അന്ന് രാത്രി വേദയ്ക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. ദൈവമേ, വിക്രം നാളെ വരും, വന്നുകഴിയുമ്പോൾ എങ്ങനെയായിരിക്കും എന്ന് ഓർത്തിട്ട് പിറ്റേ ദിവസം എന്ത് ചെയ്തു, രാവിലെ വിക്രം വരുന്നുണ്ട്. അങ്ങനെ വിക്രം വന്നു കഴിഞ്ഞപ്പോഴത്തേനും കമലയും മാഷും അവരൊക്കെ ഉണ്ടായിരുന്നു അവിടെ. വിക്രം ഭയങ്കര സന്തോഷത്തോട് കൂടി കൊണ്ടുവന്ന് പ്രസാദവും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതെല്ലാം കൊടുത്തു. പക്ഷെ വേദയെ മാത്രം കണ്ടില്ല. അപ്പം വിക്രം കരുതി എന്താ വേദ ഇനി കോടതിയിലേക്ക് പോയി കാണുമായിരിക്കും എന്നൊരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നു. ആ സമയം കമല ചോദിച്ചു, എങ്ങനെ ഉണ്ടായിരുന്നു മോനെ? തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുകയാണ്. വിക്രം പറഞ്ഞു, ഒത്തിരി തിരക്കുകളും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു, ഒത്തിരി സമയം ക്യൂ ഒന്നും നിൽക്കേണ്ട വന്നില്ലമ്മ എന്നൊക്കെ പറയണം. അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് വിക്രം കമലയോട് പറഞ്ഞു, അതെ ഈ തവണ മലയ്ക്ക് ചവിട്ടി കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും ഭയങ്കര ആഗ്രഹമായിരുന്നല്ലോ ശ്രീനി സാറുമായിട്ടുള്ള കൂട്ടുകെട്ടുകളൊക്കെ അവസാനിപ്പിക്കണമെന്ന്. ഇനിയിപ്പോൾ ശ്രീനി സാറുമായിട്ടൊരു കൂട്ടുകെട്ടം വേണ്ടെന്ന് ഞാനങ്ങ് തീരുമാനിച്ചു. അത് കേട്ടപ്പം കമലയ്ക്കൊക്കെ സന്തോഷം തോന്നി. അതോടൊപ്പം തന്നെ സങ്കടവും. വേദ പോവുകയും ചെയ്തല്ലോ. അപ്പോഴേക്കും വിക്രം ചോദിച്ചു, എന്താമ്മേ ഞാനിത് പറഞ്ഞിട്ട് അമ്മയ്ക്കൊന്നും ഒന്നും തോന്നാത്ത എന്താന്ന് ചോദിക്കുകയാണ്. ഒരു സന്തോഷമൊന്നും തോന്നില്ല മുഖത്ത്. ആ സമയത്ത് മാഷ് പറഞ്ഞു, ഞങ്ങൾക്കെല്ലാം സന്തോഷമുള്ളൊരു കാര്യം തന്നെയെന്ന് പറയണം. അപ്പോഴേക്കും വിക്രം ചോദിച്ചു, അല്ല വേദ എന്തിയെ? അവള് കോടതിയിലേക്ക് പോയി കാണുമല്ലേന്ന് ചോദിക്കണം. ആ സമയത്ത് കമലയൊന്നും മിണ്ടിയില്ല. നന്ദിനി പറഞ്ഞു, കോടതിയിലേക്കോ? അവളുടെ വീട്ടിലേക്ക് പോയെന്ന് പറയണം. വീട്ടിലേക്കോ? അതെ, വീട്ടിലേക്ക് പോയെന്ന് പറയണം. അത് കേട്ട് ഞാൻ വിക്രം ചോദിച്ചു, അവളങ്ങനെ വീട്ടിലേക്ക് പോകുന്നല്ലോ, ഇതെന്ത് പറ്റിയുമെന്ന് ചോദിക്കണം. കമല പറഞ്ഞു, അത് പിന്നെ അവൾക്ക് കുറച്ച് ദിവസം അവിടെ നിൽക്കണം തോന്നി. എന്നാലും ഞാൻ വരുന്നതിന് മുമ്പ് അവൾ എന്തിനാ പോയത്?
നന്ദിനി പറഞ്ഞു അവള് പോകാൻ വേണ്ടി പോയതൊന്നുമല്ല, ഇനി അവള് വരാൻ വേണ്ടി പോയതൊന്നുമല്ല, ഇനി അവള് വരത്തില്ല എന്ന് പറയാണ്. വരത്തില്ലെന്നോ? എന്തൊക്കെയാ നന്ദിനി അടുത്ത് പറയണേ? ഭാഗം തുണിയൊക്കെ ആയിട്ട് അവള് പോയിരിക്കുന്നത്, ഇനി ഇങ്ങോട്ടേക്ക് വരില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അത് കേട്ടപ്പോൾ രോഷമായിട്ട് കമല നന്ദിനി ഒന്ന് നോക്കുകയാണ്. വിക്രം വന്ന് കയറിയതുള്ളൂ, അപ്പോഴാണ് ഇങ്ങനെയെല്ലാം പറഞ്ഞു കൊടുക്കുന്നത്. വിക്രം ചോദിച്ചു, എന്താ അമ്മേ, ഞാൻ എന്തായി കേൾക്കണമെന്ന് ചോദിച്ചു. അത് പിന്നെ മോനെ അവള് വീട്ടിലേക്ക് പോയിരിക്കുക. അതെന്താ ഇപ്പൊ പെട്ടെന്ന്, ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിച്ചു. ഇവിടെ പ്രശ്നമൊന്നുമില്ല, പിന്നെ എന്താ കാര്യം? അത് കേട്ടപ്പം നന്ദിനി പറഞ്ഞു, ഞങ്ങൾക്ക് കാര്യം എന്താണെന്നും അറിയത്തില്ല, അവള് പോകുകയെന്ന് പറഞ്ഞു, പോയി, അത്ര അറിയത്തുള്ളൂ എന്ന് പറയണേ. അപ്പോഴേക്കും മാഷ് വിക്രത്തിനെ സമാധാനിപ്പിക്കുക എന്നോണം പറഞ്ഞു, അതെ ഒരു കുറച്ച് ദിവസം നിങ്ങൾ രണ്ടുപേരും കൂടെ ഒന്നും മാറി നിൽക്കുക, ചിലപ്പോൾ ഇങ്ങനെ അകന്ന് നിൽക്കുന്ന കഴിയുമ്പോഴാണ് ഓരോരുത്തരുടെ വില മനസ്സിലാകുന്നത്. നിങ്ങൾ പരസ്പരം എത്രമാത്രം സ്നേഹിച്ചിരുന്ന് അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. എപ്പോഴും അടുത്തുണ്ടെങ്കിൽ അതിന് വില അറിയത്തില്ല. ഒരു നല്ല കാര്യമല്ലേ, കുറച്ച് ദിവസം ഇങ്ങനെയൊന്നും മാറി നിൽക്കാൻ പറയണം. പക്ഷെ അതൊന്നും കേട്ടിട്ട് വിക്രത്തിന് ഒരാശ്വാസമായില്ല. വിക്രത്തിന് നല്ല ടെൻഷനായിരുന്നു. അപ്പം ഇതായിരുന്നു അവളുടെ മനസ്സിൽ. അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ടാണോ അവൾ തന്നോട് ഗുസ്തി പിടിച്ചുകൊണ്ടിരുന്നത് എന്നൊരു ചിന്തയൊക്കെ വിക്രത്തിന് മനസ്സിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.